ഹലോ ഫ്രണ്ട്സ്, CCTV ക്യാമറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും കോമൺ അല്ലാത്തൊരു കാര്യമായിരിക്കും. നമ്മുടെ റോഡുകളിലുണ്ട്, വീടുകളിലുണ്ട്, ഓഫീസുകളിലുണ്ട്, എല്ലായിടത്തും CCTV ക്യാമറകളുടെ മയം തന്നെയാണ്. CCTV ക്യാമറ വെക്കാനായിട്ട് നമുക്കൊരു സർവീസ് പ്രൊവൈഡറെ വേണേൽ വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ CCTV വാങ്ങുക എന്നുള്ള ചില ആൾക്ക് ആഗ്രഹം കൊണ്ട് CCTV വെക്കുന്നവരുണ്ടാവും, എന്നെ പോലുള്ളവർ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു CCTV ക്യാമറയുടെ അൺബോക്സിംഗ് ആണ്. ഡീലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 8 ക്യാമറ ഉൾക്കൊള്ളുന്ന IP CCTV ക്യാമറയാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കും. മൈസെൽഫ് അരുൺ കൃഷ്ണൻ, വെൽക്കം ടു ടെക്കി ലൈഫ് മീഡിയ. ഈ ക്യാമറ ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഈ ആമസോണിൽ നിന്ന് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഈ ക്യാമറയുടെ പേര് ഡീലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ഒരു ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് CCTV ക്യാമറ എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് CCTV ആണ്. CCTV എന്ന് പറയുന്നത് IP ക്യാമറ, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്ന് പറഞ്ഞ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് CCTV ക്യാമറകളാണ് വരുന്നത്. ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഐ ബട്ടൺ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു IP ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്ത് എന്താണ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മേജറായിട്ട് ഇതിനകത്ത് ക്യാമറ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 8 ക്യാമറയുള്ള ബോക്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ എല്ലാം എടുത്തിരിക്കും. 8 ക്യാമറകൾ. അപ്പോൾ 8 ക്യാമറകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്യാമറ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ മേജറായിട്ട് വരുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് കണ്ടില്ലേ, ഡീലിംഗ് എന്ന് എഴുതി, ഇവിടെ ഒരു ഡീലിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡീലിംഗ് എന്ന് എഴുതിയ ഒരു ക്യാമറ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മെറ്റൽ ബോഡി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്യാമറയാണിത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ചില ക്യാമറകളാണല്ലോ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടങ്ങ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിലുള്ളതല്ല ഇത് സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു 1, 2, 3 3 സെക്ഷൻസ് ഉണ്ട്. ഈ 3 സെക്ഷൻസിൻ്റെ സ്ക്രൂസ് നമുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത്ര ബാക്കിയുള്ള ക്യാമറകൾ അപേക്ഷിച്ച് അത്ര സിമ്പിൾ അല്ല ഇത് ചെയ്യാനായിട്ട്. ഈ സ്ക്രൂ ഒക്കെ ഈ ലൂസ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ഒരു ക്യാമറയാണ് മേജറായിട്ട് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ബോക്സിലേക്കോ ലെയറോട്ടോ ഫിക്സ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത് ഫിക്സ് ചെയ്യാനുള്ള സാധനമുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് നമ്മൾ ബോക്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ക്യാപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയ ഒരു ബ്രോഷറും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബോക്സിൽ മേജറായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, നമ്മൾ ഈ ഒരു ബോക്സ് എടുത്ത് കഴിയുമ്പോൾ മേജർ എഴുതിയത് കളർ വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. കളർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ ഇന്നത്തെ കളർ വ്യൂ, വാം ലൈറ്റ്, കളർ നൈറ്റ് വിഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ക്യാമറകളെല്ലാം രാത്രിയിൽ കളറായിട്ടുള്ള വിഷ്വൽസ് തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ താഴെ വാം ലൈറ്റും മുകളിൽ ഇൻഫ്രാറെഡ് ലൈറ്റും ഉണ്ട്. അതുകൊണ്ട് നൈറ്റ് വിഷൻ, 2 ടൈപ്പ് ഓഫ് നൈറ്റ് വിഷൻസ് ആണ് തരുന്നത്. കളർ വിഷൻ തരുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻസും ഈ ഡീലിംഗിൻ്റെ ഈ ഒരു ബുള്ളറ്റ് ക്യാമറ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്ത് ബാക്കിയുള്ള എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മേജറായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് IP67 എന്ന് പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ് IP67 റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ പ്രൊട്ടക്ഷൻ, അതായത് മഴയത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നുള്ള റേറ്റിംഗ് ആണ് IP67 എന്ന് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് H265 എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് H265 എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹൈ എൻഡ് വീഡിയോ കോഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കോഡിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് WDR എന്ന് എഴുതിയിട്ടുണ്ട്. WDR എന്ന് പറഞ്ഞത് വൈഡ് ഡൈനാമിക് റേഞ്ച് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈലൈറ്റ്സും അതുപോലെ തന്നെ ഷാഡോസ് ഒക്കെ വളരെ ഡിഫറൻസ് ചെയ്ത് നല്ല വ്യക്തമായിട്ട് ക്ലാരിറ്റി ആയി തരുന്നതാണ് WDR എന്ന് പറയുന്നത്. വൈഡ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 3D DNR എന്ന് വെച്ചാൽ ഡിജിറ്റൽ നോയിസ് റിഡക്ഷൻ എന്നുള്ളതാണ്. ഡിജിറ്റൽ നോയിസ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വിഷ്വൽസ് വരാൻ നേരത്ത് വിഷ്വൽസിനകത്ത് ഒരു മോഷൻ ബ്ലറൊന്നും ഉണ്ടാവാതെ വളരെയധികം നോയിസ് റെഡ്യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള നോയിസ് വളരെ കുറച്ചുള്ള വിഷ്വൽസ് തരുന്നു. അതാണ് 3D DNR എന്ന് പറയുന്നത്.
പിന്നെ ഒരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നത് SD കാർഡിൻ്റെ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ക്യാമറയിൽ SD കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടില്ല, അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഓക്കെ, പിന്നെ എഴുതി ലോ ലൈറ്റ് നല്ല വിഷൻസ് തരുന്നുണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ വെതർ പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചറായിട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഇവിടെ മേജറായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട് AI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് നമ്മുടെ വ്യക്തികളുടെ മുഖം ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഫീച്ചറും ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലിങ്ങിൻ്റെ ക്യാമറയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വെച്ച് നോക്കിയാൽ മാത്രമേ അറിയാവുള്ളൂ ഈ ഫീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട് എന്നറിയുന്നത്. മാത്രമല്ല ഇത് ഇൻബിൽറ്റ് ഓഡിയോ ഉണ്ട് എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു 5 മെഗാ പിക്സൽ ക്യാമറയാണ്. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അപ് ടു 8 മെഗാ പിക്സൽ ഹൈ റെസൊല്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ക്യാമറയുടെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കിടിലൻ ക്വാളിറ്റിയാണ്. ഇത് മൊത്തം മെറ്റലായിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കിടിലൻ നല്ല ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ് ഇതിനകത്ത്. അത് തന്നെയാണ് നമുക്ക് അറ്റ് പ്രസൻറ്റിൽ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇതാണ് PoE സ്വിച്ച്. ഇതാണ് PoE സ്വിച്ച്. ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് PoE സ്വിച്ച്. അതിൻ്റെ പവർ കേബിൾ ആണ് ഇത്. പവർ കേബിൾ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ DBയിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂകളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മേജറായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനൽസ് നമ്മുടെ CCTV ക്യാമറയിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ചാനൽസ് ഇപ്പോൾ 8 ചാനലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? 1 2 3 4 5 6 7 8. ഈ 8 PoE പോർട്ട്. PoE എന്ന് പറഞ്ഞാൽ പവർ ഓവർ എഥർനെറ്റ് എന്ന് പറയുന്നു. അത് ഈ 8 ചാനലിലൂടെ പവറും പോകുന്നു, ഡേറ്റയും പോകുന്നുണ്ട്. അങ്ങനെ ഇത് ഈ ഒരു 8 ചാനൽസ് ഉണ്ട്. അപ്പോൾ 8 ചാനൽസ് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു PoE ആണിത്. പവർ ഓവർ എഥർനെറ്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ചാണ് ഇതിനകത്ത്. പിന്നെ അതുപോലെ ഇതിൻ്റെ പുറകിൽ നമുക്ക് പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മൾ NVRലേക്ക് പോകുന്നതും അതുപോലെ ഒരെണ്ണം നമുക്ക് മോഡത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള ഒരു PoE സ്വിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്. AI PoE സ്വിച്ച് എന്നാണ് ഇതിനകത്ത് മാനുവലിനകത്ത് എഴുതിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന മൗസാണ്. ഈ മൗസ് എന്ന് പറയുമ്പോൾ ഇത് ബ്ലൂടൂത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു മൗസാണ്. ഈ മൗസിനകത്ത് മൗസ് ഉണ്ട്, അതുപോലെ ബാറ്ററി ഉണ്ട്, പിന്നെ നമ്മുടെ ആ കണക്ടറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ബ്ലൂടൂത്ത് മൗസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഹാർഡ് ഡിസ്ക് ആണ്. നമ്മുടെ NVR കൊടുക്കാവുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ്. ഈ ഹാർഡ് ഡിസ്ക് 2 TB ആണ് ഹാർഡ് ഡിസ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റൽ എന്ന് പറയുന്ന ഡിജിറ്റലിൻ്റെയാണ് ഒരു 2 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇത് HDMI കേബിളാണ്. NVRൽ നിന്നും നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെങ്കിൽ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു HDMI കേബിളാണ്. ഡേറ്റ കേബിളുകൾ തന്നിട്ടുണ്ട്. ഈ 2 ഡേറ്റ കേബിൾ എന്ന് വെച്ചാൽ ഒരു ഡേറ്റ കേബിൾ നമ്മൾ മോഡത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ നമുക്ക് NVRൽ നിന്നും PoE സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഡേറ്റ കേബിളാണ്. ഇനി അടുത്തത് നമുക്ക് 16 RJ45 ജാക്കുകളുണ്ട്. ഈ RJ45 ആണ് നമ്മൾ ഈ PoE സ്വിച്ചിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. PoE സ്വിച്ചിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് IP ക്യാമറ ആയതുകൊണ്ട് ഇത് RJ45 ജാക്ക് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. 16 ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. NVR ഉണ്ടല്ലേ, NVR ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ NVR ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് NVR. ഈ NVRനകത്താണ് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് എടുത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് ഇതിനകത്താണ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ പുറകിൽ പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ പോർട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ PoEസിലേക്കും ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു HDMI കേബിളും ഒരു VGA കേബിളും ഉണ്ട്. ഇതിനകത്ത് ഏത് വേണം ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പവർ കൊടുക്കാനുള്ള പവർ കേബിളിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ NVRനകത്തുള്ളത്. ഇതാണ് NVR. ഇനി ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു Cat 6 കേബിൾ. ഇതിൻ്റെ 100 മീറ്ററിൻ്റെ Cat 6 കേബിളാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിൽ കൂടുതൽ ദൂരം ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാ വയർ മേടിക്കേണ്ടി വരും. ഇത്രയും ഐറ്റംസ് ആണ് ഡീലിങ്ങിൻ്റെ CCTV ക്യാമറ സെറ്റിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ദിസ് ഈസ് അരുൺ കൃഷ്ണൻ സൈനിങ് ഓഫ് ടെക്കി ലൈഫ് മീഡിയ. ബൈ ബൈ.